അങ്ങനെ തിയേറ്റർ റിലീസിന് ശേഷം OTT-യിൽ വന്നിട്ടുള്ള മധുവിധു എന്ന സിനിമയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഷറഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. നമ്മൾ എന്താ പറയുക, എനിക്ക് ഈ മൊത്തത്തിലൊരു ഡീസൻറ്റ് വാച്ച് മൂവി ആയിട്ടാണ് മധുവിധു തോന്നിയത്. ഒരു അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള, എന്നാൽ വലിയ ഒരു ഗംഭീര സിനിമ എന്നൊന്നും പറയാൻ സാധിക്കാത്ത ഒരു ഡീസൻറ്റ് വാച്ചാണ് മധുവിധു എന്ന് പറയുന്നത്. അവരുടെ തറവാട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറയുന്ന ഒരു തറവാടും അവിടെ കല്യാണം ആലോചിക്കുന്ന അംബരീഷ് അല്ലെങ്കിൽ അമ്മു എന്ന് പറയുന്ന അമൃത് രാജിന്റെ കഥയാണ് സിനിമ പറയുന്നത്. ഷറഫുദ്ദീനാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരുടെ വീട്ടിലോട്ടൊരു പെണ്ണ് വരുന്നു. പിന്നീട് നടക്കുന്ന തുടർ സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമേഴ്സ് ഒക്കെ ഉള്ള നമ്മളെ പഴയ സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ് മധുവിധു. നമ്മുടെ 90s ജഗദീഷ് ചേട്ടനും സിദ്ദിഖേട്ടനൊക്കെ അഭിനയിച്ച കുറച്ച് സിനിമകൾ ഉണ്ടാവുമല്ലോ. ഒരു ഇൻസിഡന്റ് നടക്കുന്നു, തുടർന്ന് കുറെ ഇൻസിഡന്റുകൾ നടക്കുന്നു, എല്ലാവരും തമ്മിൽ ചെറിയ ചെറിയ ഇഷ്യൂ ഉണ്ടാവുന്നു, ഒടുവിൽ ശുഭപര്യവസ്ഥയായി അവസാനിക്കുന്നു. അത്തരത്തിലൊരു സിനിമ കൂടിയാണ് ഈ മധുവിധു എന്ന് പറയുന്നത്. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിരുന്നു. ഷറഫുദ്ദീൻ, ജഗദീഷ്, അങ്ങനെ എല്ലാവരും നന്നായിരുന്നു. കല്യാണി പണിക്കർ ആദ്യത്തെ പടമാണ്, എന്നാലും കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഒട്ടും ബോറടിയൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ഹ്യൂമർ ഇതിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഹ്യൂമർ അങ്ങനെ നിറയെ ഉള്ള പോലെ തോന്നിയില്ല. മൊത്തത്തിലൊരു ഡീസൻറ്റ് വാച്ചാണ് സിനിമ. ആൻഡ് എന്താ പറയുക, നമ്മൾ പണ്ടത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സിനിമകൾ കാണുന്ന ഒരു ലാഘവത്തോടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മധുവിധു എന്ന് പറയുന്നത്. ശരി, അത് ഒരു ഇൻസിഡന്റ് നടക്കുന്നു, പിന്നീട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കാര്യങ്ങൾ അവസാനം എല്ലാവർക്കും എല്ലാം മനസ്സിലായി, എല്ലാവരെയും ശുഭപര്യാവസ്ഥ, ശുഭം എന്ന് പറയുന്ന പണ്ടത്തെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായും കാണുക. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഡീസൻറ്റ് മൂവി തന്നെയാണ് മധുവിധു. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും.